ഹലോ, ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ വ്ളോഗ് വെള്ളംകുടിയിൽ തന്നെ തുടങ്ങാം അല്ലേ. ഖത്തറിലും യു എയിലും നല്ല പൊരിഞ്ഞ ചൂടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും വെള്ളം കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകട്ടെ. ഓർമ്മ വരുമ്പോൾ മാത്രം വെള്ളം കുപ്പി എടുത്തിട്ട് കുറച്ച് കുടിക്കും. ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ചെടിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നേരെ കിച്ചണിലേക്ക്. ഇന്നത്തേത് കുറച്ച് റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശയും ചമ്മന്തിയും അങ്ങനെയെല്ലാം ആക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ദോശയും ചമ്മന്തിയാണ് ഇത്രയും വലിയ റിച്ച്. കാരണം ഓഫീസില്ലാത്ത ദിവസമാണെങ്കിൽ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കലാണ് പരിപാടി. ദോശമാവ് ഫ്രിഡ്ജിലാട്ടാണ് ഉണ്ടായത്. അപ്പം നേരത്തെ എണീച്ചേരം അതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം മാറിയതുകൊണ്ട് വേഗം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് നല്ല നെയ്യെല്ലാം തടവിയിട്ട് സൂപ്പറായിട്ട് കുറച്ച് ദോശ ചുട്ടെടുത്ത്. ഇങ്ങനത്തെ പുളിദോശ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കോംബോ നിങ്ങൾക്കെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്? എനിക്ക് ചമ്മന്തിയായിട്ട് ഇഷ്ടം. ഇന്നൊരു പുതിയ സാധനം കൂടി ആക്കിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും നമ്മൾ പച്ചമുളകും കൂടിയിട്ട് കല്ല് നല്ലോണം ചതച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് റിച്ചാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചമ്മന്തി പെട്ടെന്നാക്കി എടുക്കണം. തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കടുകൂട്ടിട്ട് കാച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒന്ന് റിലാക്സ് ആയിട്ട് ടൈം എടുത്തിട്ട് നല്ലൊരു ചായയും ദോശയും കൂടി കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും പണിയില്ല. കുറച്ച് തിരിഞ്ഞ് കളിക്കണം. പിന്നെ വീട്ടിലുള്ള കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ കുറച്ച് ആളുകൾ കാണിച്ചു തരാം. ഇവിടെ ഇല്ലേ, ഇവിടെ നല്ല പൊരിഞ്ഞ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ലീവ് കിട്ടിയാലും പുറത്തോട്ടൊന്നും പോകാൻ തോന്നില്ല. പർച്ചേസോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം അല്ല രാത്രിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്ന് അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയൊരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കിയത്. മടി കൂടി പോയിട്ടില്ലെങ്കിൽ എന്തായാലും പുറത്തു പോകും. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കിച്ചണിലേക്ക് എത്തിയിട്ടാണെന്നുള്ളത്. നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചിന്. പിന്നെ കുറച്ച് കട്ട് വെജിറ്റബിളും കൂടി ഇടാം. ഫ്രോസൺ ആയിട്ടാണെന്നുള്ളത് അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ സ്വന്തം ജീരകശാല അരി കൊണ്ടാണ് വെക്കുന്നത്. ചൂടായിട്ടും വിശപ്പിന് പ്രത്യേകിച്ച് ഒരു കുറവുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ AC ഇട്ട് റൂമിലിരിക്കുന്നതുകൊണ്ട് തന്നെ വിശപ്പിന് ഒരു കുറവുമില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നെയ്ച്ചോറ് വെക്കാം. ആദ്യം കറി വെക്കാനുള്ള മടി കൊണ്ടാണ് കട്ട് വെജിറ്റബിൾസ് ഇതിലിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഫ്രീസർ തുറന്നപ്പോൾ കിട്ടിയത് ഫിഷിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ട് വെജിറ്റബിൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളി വാട്ടുമ്പോൾ കുറച്ചൊന്നും അധികമായി പോയോ എന്നൊരു സംശയമല്ല, അധികമായി പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ നെയ്ച്ചോറ് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് കട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് വെന്തതാണ്. അപ്പോൾ ഇതധികം വേവാനൊന്നുമില്ല. വെന്ത കഷ്ണം തന്നെയാണ് നമുക്ക് പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ കട്ട് വെജിറ്റബിൾസ് ഇട്ടല്ലേ. എനിക്കേതായാലും ഫേവറേറ്റാണിത്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മീൻ ഏകദേശം തണുപ്പൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പീസ് എടുത്ത് വേഗം പൊരിച്ചെടുക്കാം. ഇതെന്ത് കോംബോ ഫുഡാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കോംബോ ഇന്നതിൻ്റെ കൂടെ ഇന്നത് കഴിക്കണമെന്ന് എവിടെയില്ലല്ലോ. നമുക്ക് സമയവും സൗകര്യവും ഉള്ളതുപോലെ എന്താണോ നമുക്കിഷ്ടം അത് കഴിക്കാം. നമ്മൾ ഹാപ്പി. മീനാകുമ്പോഴേക്ക് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊത്തി വെക്കുന്നുണ്ട്. സൈഡായിട്ട് തൈരും കൂടി റെഡിയാക്കിയിട്ട് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് ഉറക്കെല്ലാം കഴിഞ്ഞ് ഈവനിങ് സഫാരിയിലേക്ക് ഇറങ്ങി. പർച്ചേസ് വേറെ സെക്ഷനിലായിരുന്നു. പിന്നെ കുറച്ച് നാളായി അബായെല്ലാം ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ അവിടെ കണ്ടൊരു ഷോപ്പൊന്ന് കുറച്ച് അബായാസെല്ലാം ഇങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുത്തൊന്ന് നോക്കി വെച്ച് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ നിന്ന് അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ച് താഴെ വന്ന് കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.